വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാട്ടോ, ഓയിൽ ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിലൊന്ന് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകില്ല അതൊന്നും ഇടുക. അതിനുശേഷം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സവാള, തക്കാളി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കാട്ടോ. കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമ്മളൊരു ഗ്രാമ്പൂ 2 ഏലക്കാം കൂടി ഇട്ടാൽ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനുശേഷം നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ 2 ടീസ്പൂണോളം മുളക് പൊടി ഇടാട്ടോ. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അപ്പൊ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതേ മുളകും മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഞാൻ ഒന്ന് പരട്ടി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പില കുറച്ച് അധികം തന്നെ ഇടാം. കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കാട്ടോ. നമ്മുടെ ആ മസാല ഒക്കെ ബീഫിൽ പരട്ടുന്ന വിധത്തിൽ നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള വിസിൽ അടിക്കാട്ടോ. ഞാനിവിടെ 7 വിസിലാണ് അടിച്ചിട്ടുള്ളത്. നന്നായി വന്നിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു.